ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ MCQ ആണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം ചെയ്തു. ഇനി നമുക്ക് ചാപ്റ്റർ 3 ചെയ്യാം. ചാപ്റ്റർ 3 യൂണിറ്റ് 1 ഇൻഡേസ് 1 പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ സിമ്പിൾ, മീഡിയം, ഡിഫിക്കൽട്ട് സെലക്ട് ചെയ്തു. An entity presents an analysis of expenses recognized in the profit and loss using a classification based on the nature of expenses method. Which of the following is not the classification using the nature of expense? Nature of expenses ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എംപ്ലോയി ബെനിഫിറ്റ്സ് എന്താണ്? നേച്ചർ ഓഫ് എക്സ്പെൻസ് ആണ്. അമോർട്ടൈസേഷൻ എന്താണ്? നേച്ചർ ഓഫ് എക്സ്പെൻസ് ആണ്. ഡിപ്രിസിയേഷനും നേച്ചർ ഓഫ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ എന്താണ്? അതൊരു പെർട്ടിക്കുലർ നേച്ചർ ഓഫ് എക്സ്പെൻസ് അല്ലേ. അതിൽ കുറേ എക്സ്പെൻസുകളുടെ ഒരു സം ടോട്ടലാണ് അത് വരുന്നത്. നെക്സ്റ്റ്, ഇൻഡേസ് 1 അപ്ലൈസ് ടു ഓൾ എൻറ്റിറ്റീസ് എക്സെപ്റ്റ്. ശരിക്കും ഇൻഡേസ് 1 എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ലേ? ആണ്. ഇൻഡേസ് 2 അപ്ലൈസ് ടു ഓൾ എൻറ്റിറ്റീസ് എക്സെപ്റ്റ്. ഇൻഡേസ് 2 എല്ലാ എൻറ്റിറ്റീസിനും അപ്ലിക്കബിൾ അല്ലേ? ആണ്. എല്ലാ എൻറ്റിറ്റീസിനും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എക്സെപ്റ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നൺ ഓഫ് ദി എബോവ് കൊടുക്കാം. പക്ഷേ എന്തായാലും ഒന്ന് വായിച്ച് നോക്കാം. ദോസ് ദാറ്റ് പ്രസൻറ്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺസോളിഡേറ്റഡിന് ആവശ്യമുണ്ട്. ദോസ് പ്രസൻറ്റ് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിനും ആവശ്യമുണ്ട്. അപ്പോൾ നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ. Third question, which of the following information of the entity is not mandatory to be displayed prominently and is to be repeated when necessary for the information presented to be understandable? എന്താണ് അതിൽ പറയണത്? എന്താണ് മാൻഡേറ്ററി അല്ലാത്തതെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ബാക്കി അപ്പോൾ എന്തായിരിക്കും? മിക്കവാറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയണത്. ഏതെങ്കിലും ഒരു കാര്യമാണ് മാൻഡേറ്ററി അല്ലാത്തത് പറയുന്നുണ്ടാവുള്ളൂ. ഏതൊക്കെയാണ് കാര്യങ്ങൾ? നെയിം ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഓർ അതർ മീൻസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എനി ചേഞ്ച് ഇൻ ദാറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ എൻഡ് ഓഫ് ദ പ്രിസീഡിംഗ് റിപ്പോർട്ടിംഗ് പീരീഡ്. അതെന്തായിരിക്കും? മാൻഡേറ്ററി ആയിരിക്കും. അത് തീർച്ചയായിട്ടും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കവർ ദ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ഓർ ഗ്രൂപ്പ് ഓഫ് എൻറ്റിറ്റീസ്. അതും നമുക്കറിയണ്ടേ? എന്നാലല്ലേ നമുക്ക് അത് കൺസോളിഡേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതും മാൻഡേറ്ററി ആണ്. ഇക്വിറ്റി പാറ്റേൺ ഷോയിങ് ദ നെയിംസ് ഓഫ് മേജർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ എൻറ്റിറ്റി. അത് മാൻഡേറ്ററി ആണോ? അത് മാൻഡേറ്ററി അല്ല. അപ്പോൾ എന്താണ് ഉത്തരം? തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഉത്തരം. ലെവൽ ഓഫ് റൗണ്ടിങ് ഓഫ് പ്രസൻറ്റഡ്. അതെന്തായാലും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ലേ? റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താ? അല്ലെങ്കിൽ നമുക്കിത് എത്രയിലാണെന്ന് അറിയില്ലല്ലോ. റുപ്പീസിലാണോ, ക്രോഴ്സിലാണോ, ലാക്സിലാണോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ തേർഡ് 1 ആണ് എന്ത്? മാൻഡേറ്ററി അല്ലാത്ത കാര്യം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ആൻ എൻറ്റിറ്റി ഷാൽ പ്രസൻറ്റ് എ തേർഡ് ബാലൻസ് ഷീറ്റ് at the beginning of the preceding period in addition to the minimum comparative financial statement if. എപ്പോഴാണ് ഒരു തേർഡ് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടി വരിക? അക്കൗണ്ടിങ് പോളിസീസ് റെട്രോസ്പെക്റ്റീവ്ലി അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോഴല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്. ഒന്നും വായിച്ചു നോക്കണ്ട. ഇനി അപ്ലിക്കേഷൻ ഓഫ് ഇൻഡേസ് 1 ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രസൻറ്റേഷൻ ഓഫ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് രണ്ടും ഉള്ളതാണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? തേർഡ് 1, പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസ്ക്ലോഷർ നിർബന്ധമാണോ? ഡിസ്ക്ലോഷർ നിർബന്ധമല്ല. ഡിസ്ക്ലോഷർ നിർബന്ധമല്ല, അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ തെറ്റാണ്. ഏതാണ് വരിക? സി ആണ് വരിക. നെക്സ്റ്റ്, an inappropriate accounting policy of the entity cannot be rectified by the following ways. ഇൻഅപ്രോപ്രിയേറ്റുള്ള ഒരു അക്കൗണ്ടിങ് പോളിസി എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഡിസ്ക്ലോഷർ കൊടുത്തിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നോട്ട് വെച്ചിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എക്സ്പ്ലനേറ്ററി മെറ്റീരിയൽ വെച്ചിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്ത് കാരണം കൊണ്ടും നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസി എടുക്കാതിരിക്കലാണ് പ്രധാനപ്പെട്ട കാര്യം. 7th one, an entity whose financial statements comply with INDAS shall make a dash statement of such compliance in notes. എന്തൊക്കെയാണ്? എക്സ്പ്ലിസിറ്റ് ആൻഡ് റിസർവ്ഡ് ആണോ? എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും തമ്മിൽ എന്താ വ്യത്യാസം? ഇംപ്ലിസിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പറയുന്നൊരു മീനിങ് എന്നാണ് അർത്ഥം. എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ എന്താ അർത്ഥം? നമ്മൾ എന്തായാലും അത് കാണിക്കുന്നുണ്ട്, പുറത്തേക്ക് കാണിക്കുന്നുണ്ട്, അത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സ്പ്ലിസിറ്റിൻ്റെ അർത്ഥം. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ആണെന്ന് മനസ്സിലായി. റിസർവ്ഡ് ആൻഡ് റിസർവ്ഡ് എന്താ? റിസർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ചില കാര്യങ്ങളനുസരിച്ച് അത് മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റാണ് എന്ന് പറയുന്നതാണ് റിസർവ്ഡ്. അൺറിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? യാതൊരു വിതൗട്ട് എനി അതർ കണ്ടീഷൻസ്, ഒരു കണ്ടീഷൻസും ഇല്ലാണ്ടും അൺറിസർവ്ഡ് ഒരു കണ്ടീഷൻസ് ഇല്ലാതെയും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണ് എന്ത്? അൺറിസർവ്ഡ് എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ എന്താണ് ഉത്തരം വരിക? എക്സ്പ്ലിസിറ്റ് ആൻഡ് അൺറിസർവ്ഡ് ആണ് ഉത്തരം വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ ഇൻഡേസ് 1 ദ എമൗണ്ട് ഇൻ ദ അതർ കോംപ്രഹെൻസീവ് ഇൻകം വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് subsequently to profit and loss, be reclassified subsequently to profit and loss when specific conditions are met. അത് രണ്ടും കറക്റ്റാണ്. നമുക്ക് റീക്ലാസിഫൈ ചെയ്യും ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ PNL വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡയറക്റ്റ്ലി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതും ഇല്ല. അപ്പോൾ രണ്ടും ശരിയാണ്. ബോത്ത് A and B ആണ് ഉത്തരം.
നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനും ശരിയായിട്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ചാപ്റ്റർ 3 യൂണിറ്റ് 2 ചെയ്യാം. ഫോർ MCQ അസസ്മെൻറ്റ് ചാപ്റ്റർ 3 യൂണിറ്റ് 2 ഇൻട്രം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. സിമ്പിൾ, മീഡിയം, ഹാർഡ് എല്ലാം കൊടുത്തു. സ്റ്റാർട്ട് ടെസ്റ്റ്. Income tax expense should be accrued using the best estimate of the weighted average annual income tax rate expected for the ഇൻകം ടാക്സ് ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഫുൾ ഫിനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുക. അതിന് ഇയർ ടു ഡേറ്റ് ഒന്നുമല്ല നമ്മൾ നോക്കാം, ടോട്ടൽ ഇയർ എൻഡിലേക്ക് എത്ര വരും എന്നുള്ളതാണ് നോക്കുക. നെക്സ്റ്റ്, INDAS 34 mandates the following in relation to interim financial reports. Which entities should publish interim financial report? അത് അവർ പറയുന്നുണ്ടോ INDAS 34 ഏത് എൻറ്റിറ്റി ചെയ്യേണ്ടതെന്ന്? ഇല്ല, പറയുന്നില്ല. ഹൗ ഫ്രീക്വൻ്റ്ലി ഇറ്റ് ഷുഡ് പബ്ലിഷ്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഹൗ സൂൺ ഇറ്റ് ഷുഡ് ബി പബ്ലിഷ് ദ എൻഡ് ഓഫ് ദ ഇൻട്രം ഫിനാൻഷ്യൽ പീരീഡ്, ഇതൊന്നും പറയുന്നില്ല. എങ്ങനെയാണ് പറയണത്? നിങ്ങൾ അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചെയ്യണം എന്നുള്ളത് ഒന്നും നിർബന്ധമായിട്ടോ എപ്പോഴൊക്കെ ചെയ്യണം അങ്ങനെയുള്ള ഒരു നിർദ്ദേശങ്ങളും INDAS 34 പറയുന്നില്ല. ഇനി ക്വസ്റ്റ്യൻ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻ ഈസ് നോട്ട് മാൻഡേറ്ററിലി റിക്വയർഡ് ടു ഡിസ്ക്ലോസ് ഇൻ ദി ഇൻട്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് INDAS 34? The reversal of any provisions for the costs of restructuring, the assumptions used in the actuarial valuation of defined benefit plan, acquisition and disposals of items of property, plant and equipment, litigation settlement. ഇതിലേതൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ട് കാണിക്കേണ്ടാത്തത്? അതാണ് ചോദ്യം. ഇതിലെന്താ ആക്ച്വറിയൽ വാല്യുവേഷൻ നമ്മുടെ പീരീഡിൻ്റെ ഇടയിൽ കാണിക്കണം. പോയി ഒന്നും കൂടി എടുക്കുകയാണ്, അത് ബാക്കിലേക്ക് പോയി റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സ്റ്റാൻഡേർഡ് ഡിഫൈൻസ് ഇൻട്രം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആസ് എ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഓഫ് ആൻ ഇൻട്രം പീരീഡ് ദാറ്റ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് ഡാഷ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? കംപ്ലീറ്റും കണ്ടൻസ്ഡും ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടല്ലേ ഇൻട്രം ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്? അതെ. നെക്സ്റ്റ്, ആൻ എൻറ്റിറ്റി പ്രിപ്പയർസ് എ ക്വാർട്ടർലി ഇൻട്രം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് AS 25. The entity is engaged in the sale of mobile phones and normally 5% of the claim on their warranty. The 5% ആണ് വാറണ്ടി, നമുക്ക് മനസ്സിലായി. സെക്കൻഡ്, ഇതൊരു ന്യൂമറിക്കലായതുകൊണ്ട് നമുക്കിതൊന്ന് ചെയ്ത് കാണിക്കാം. എന്താ പറയുന്നത്? 5% ആണ് ഓൾറെഡി കൊടുക്കാറുള്ള വാറണ്ടി എന്ന് പറയുന്നത്. ദ പ്രൊവിഷൻ ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ വാസ് കാൽക്കുലേറ്റഡ് 5% ഓഫ് സെയിൽസ് ടു ഡേറ്റ് വിച്ച് വാസ് 10 million. 10 millionൻ്റെ 5%. 10% എന്ന് പറഞ്ഞാൽ 1 million ആവും. ഇതെന്താ 0.5 million. However, in second quarter a fault was found and the warranty claims were expected to be 10% for the whole year. Sales in the second quarter were 15 million. അപ്പോൾ ടോട്ടൽ എത്ര മില്യൺ ആയി? 10 + 15 25 million. 25 millionൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 10%. അപ്പോൾ എത്ര വരും? 2.5 million. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 million. അപ്പോൾ ഇതാണ് എന്ത്? ന്യൂ പ്രൊവിഷൻ. വാട്ട് വുഡ് ബി ദ പ്രൊവിഷൻ? അപ്പോൾ എന്തായിരിക്കും ന്യൂ പ്രൊവിഷൻ? എത്രയാണ്? 2 million. അയ്യോ, 2 million ആണ് ആൻസർ വരാം. An entity is not required to present basic and diluted EPS as per the components of profit. നോട്ട് റിക്വയർഡ് എന്നാണ് പറയുന്നത്. നോട്ട് റിക്വയർഡ് ആണോ? അല്ല, എന്തായാലും കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇൻട്രം ഫിനാൻഷ്യൽ ആണെങ്കിലും നമ്മൾ കാണിക്കേണ്ടതായതുകൊണ്ട് ഫോൾസ് ആണ് ഉത്തരം. ഇഫ് ആൻ എൻറ്റിറ്റി പബ്ലിഷേഴ്സ് എ set of condensed financial statements in its interim financial report, those condensed statements shall include at a minimum each of the headings and subtotals that were included in its most recent annual financial statement and selected explanatory notes as required by the standard. അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. അപ്പോൾ അത് ഉത്തരം എന്താണ്? ഫോൾസ് ആണ്. An entity may reverse an impairment loss recognized in a previous interim period in respect of goodwill in the subsequent period. An entity may reverse an entity may reverse an impairment loss recognized in a previous interim period in respect of goodwill in the subsequent period. Entity reverse ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഫോൾസ് ആണ്. Which of the following is not the minimum components of an interim financial report? എന്താണ് മിനിമം കമ്പോണൻ്റ് അല്ല
എന്താ ചോദ്യം, നോട്ട് ദ മിനിമം കമ്പണൻറ്റ് അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ വരാത്ത എന്താണെന്നുള്ളത്. കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റ് എന്തായാലും വേണം. കണ്ടൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയുടെ ആവശ്യമുണ്ടോ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഇതിലുള്ളതാണ്, നോട്ട്സിലുള്ളതാണ്, അപ്പോൾ അത് ആവശ്യമുണ്ട്. കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആവശ്യമുണ്ട്. കമ്പാരേറ്റീവ് ഇൻഫർമേഷൻ റെസ്പെക്ട് ഓഫ് പ്രീവിയസ് പീരീഡ്, അത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ വരുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ അതാണ് നോട്ട് ദ മിനിമം കമ്പണൻറ്റ്. നെക്സ്റ്റ്, ഇൻകം ടാക്സ് എക്സ്പെൻസ് ഷുഡ് ബി അക്രൂഡ് യൂസിങ് ദ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് വെയ്റ്റഡ് ആവറേജ് ആനുവൽ ഇൻകം ടാക്സ് റേറ്റ് എക്സ്പെക്റ്റഡ് ഫോർ എന്താണ്? ഫുൾ ഫിനാൻഷ്യൽ ഇയർ. ഓൾറെഡി പറഞ്ഞതാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻ ഈസ് നോട്ട് മാൻഡേറ്ററിലി റിക്വയർഡ് ടു ഡിസ്ക്ലോസ് ഇൻ ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് INDAS 34? The reversal of any provisions for the cost of restructuring, the assumptions used in the actuarial valuation of defined benefit plan, acquisition and disposal of items of property, plant and equipment, litigation settlement. ഇതിലെന്താ? ആക്ച്വറിയൽ വാല്യുവേഷൻ മാത്രമാണ് നമുക്ക് ആവശ്യമില്ലാത്തതുള്ളൂ. കാരണം ആക്ച്വറിയൽ വാല്യുവേഷൻ വർഷാവസാനമൊക്കെ പറഞ്ഞാൽ മതി. അത് ഇടയിലൊന്നും പറയുന്ന നിർബന്ധമുള്ള കാര്യമല്ല. അക്കോർഡിംഗ് ടു INDAS 34, interim period is a financial period ഷോർട്ടർ ദാൻ 12 months. ഷോർട്ടർ ദാൻ 12 months ആവും. എപ്പോൾ ഒരു 12 months ഫുൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 12 months ആകുമ്പോൾ കറക്റ്റ് കുറച്ചും കൂടി ആപ്റ്റ് ആൻസർ എന്താ? ഷോർട്ടർ ദാൻ ഫുൾ ഫിനാൻഷ്യൽ ഇയർ. അത് 3 മാസം 6 മാസമാണ് നിർബന്ധമുണ്ടോ? ഇല്ല. ഇനി INDAS 34 mandates the following in relation to interim financial reports. Which entities should publish an interim financial report? How frequently? ആദ്യം പറഞ്ഞതാണ് നൺ ഓഫ് ദി ബോൺ ഉത്തരം. 90 എന്തോ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയുണ്ട്. എന്താണ്? ഇഫ് ആൻ എൻറ്റിറ്റി പബ്ലിഷസ് എ സെറ്റ് ഓഫ് കണ്ടൻസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ദോസ് കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഷാൽ ഇൻക്ലൂഡ് അറ്റ് എ മിനിമം ഈച്ച് ഓഫ് ദ ഹെഡിങ്സ് ആൻഡ് subheadings headings and subtotals that were included in its most recent annual financial statements and the selected explanatory notes as required by this standard. ഇതിൻ്റെ ഉത്തരം ട്രൂ ആണ്. ഇത് നോട്ട് ഇൻക്ലൂഡഡ് എന്നുള്ള പോലെയാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഉത്തരം തെറ്റിപ്പോയത്. സോറി. അടുത്തത് ചെയ്യാം. നമ്മുടെ 2 ലെസൺ കഴിഞ്ഞു. 3ാമത്തെ ലെസൺ ചാപ്റ്റർ 3 യൂണിറ്റ് 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ എൻറ്റിറ്റീസ് ക്യാഷ് ഇക്വാലൻസ് ആസ് ഡിഫൈൻഡ് ബൈ INDAS 7? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതാണ്. ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതും ക്യാഷ് ഇക്വാലൻസ് ആണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഈസ് റെഡിലി കൺവെർട്ടിബിൾ ഇൻ ടു നോൺ എമൗണ്ട് ഓഫ് ക്യാഷ്, അതും ക്യാഷ് ഇക്വാലൻ്റ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി 4ാമത്തെ ആൻസർ ആയിരിക്കും വരാം. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഈസ് സബ്ജക്ട് ടു സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഓഫ് ചേഞ്ചസ് ഇൻ വാല്യൂ ചേഞ്ച് ആവണു എന്നുള്ള ഒരു സാധനത്തെ നമുക്ക് ക്യാഷ് ഇക്വാലൻ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, അണ്ടർ ഇൻഡയറക്റ്റ് ക്യാഷ് ഫ്ലോ മെത്തേഡ്, profit or loss is adjusted for the effects of changes in effects of transactions of a cash nature, any deferrals or accruals or past or future operating cash receipts or payments, statement of changes in net assets or utility. ഇതിൽ എന്താണ് വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കാര്യങ്ങളാണ് വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസസിൽ ക്യാഷ് നേച്ചറാണോ നോൺ ക്യാഷ് നേച്ചറാണോ വരിക? നോൺ ക്യാഷ് നേച്ചറാണ് വരിക. കാരണം ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡയറക്റ്റ് ക്യാഷ് ഫ്ലോ മെത്തേഡാണ്. ഇനി ആസ് പെർ INDAS 7, for non-financial entities in the statement of cash flows, interest paid and interest received and dividend received is classified as. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിരിക്കും. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആക്ടിവിറ്റീന്നാണ്. ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും ആയിരിക്കണം. ബിസിനസ് ആക്ടിവിറ്റി ആണോ? അല്ല. ഇൻട്രസ്റ്റോ ഡിവിഡൻഡ് നമുക്ക് കിട്ടുക എവിടെ നിന്നാണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ അത് ബിസിനസ് അല്ല, അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് അല്ല വരാം. സി ആണ് ആൻസർ വരാം. ക്യാഷ് ഫ്ലോ ഈസ് ബേസ്ഡ് അപ്പോൺ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഈ അണ്ടർ INDAS 7 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് അറൈസിംഗ് ഫ്രം ദ ഫോളോയിങ് ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ഓർ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് മേ ബി റിപ്പോർട്ടഡ് ഓൺ എ നെറ്റ് ബേസിസ്. നെറ്റ് ബേസിസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഏതാണ്? ഒരേ ഒരു കാര്യമാണ് നെറ്റ് ബേസിസിൽ ചെയ്യാൻ പറ്റുള്ളൂ. കസ്റ്റമേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എൻറ്റിറ്റിക്ക് പകരം കസ്റ്റമേഴ്സിൻ്റെ കാര്യമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നെറ്റ് ബേസിസിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ബാങ്കാണ്. ഇപ്പോൾ ബാങ്കിൻ്റെ കസ്റ്റമറുടെ ബിഹാഫിൽ നമുക്ക് കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം. ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബാങ്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ കസ്റ്റമറുടെ ബിഹാഫിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റിൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. എൻറ്റിറ്റി ഹാസ് എ ലീഗൽ ആൻഡ് എൻഫോഴ്സിബിൾ റൈറ്റ് ടു സെറ്റ് ഓഫ് ദ റെക്കഗ്നൈസ്ഡ് എമൗണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ
അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. Entity intends to neither settle the net cash outflows and net basis or to realize the cash inflows and settle liability simultaneously. ഒരേ സമയത്ത് തന്നെ അത് നമ്മൾ കളയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് അതിൽ ആ ഐറ്റങ്ങളുടെ ഇടയിൽ കാണിക്കാതിരിക്കാൻ സാധിക്കില്ല. ആകെ പറ്റുക കസ്റ്റമേഴ്സിൻ്റെ ബിഹാഫിലാകുമ്പോഴാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്. 3 കറക്റ്റാണ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ക്യാഷ് ഇക്വാലൻസ് unless they are in substance cash equivalents. For example, in the case of preference shares acquired within a short period of എനിക്കിഷ്ടപ്പെടാത്ത entity ഇതായിരുന്നു വാല്യൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ആൻ എൻറ്റിറ്റി ഹാസ് ബാങ്ക് ബാലൻസ് ഇൻ ഫോറിൻ കറൻസി അഗ്രിഗേറ്റിംഗ് ടു $100 equivalent to 4500 at the beginning of the year. Presuming no other transaction takes from the entity reported a profit before tax 100 on account of exchange gain on the bank balance in the foreign currency. What would be the closing cash and cash equivalents? ഇതിലെന്താണ് അതൊന്നും എക്സ്ചേഞ്ച് ഗെയിനും നമ്മുടെ ബാധിക്കാത്തതുകൊണ്ട് 4500 തന്നെയാണ് വരിക. ഇനി ആസ് പെർ ഇൻഡെക്സ് നോൺ ഫിനാൻഷ്യൽ എൻറ്റിറ്റീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് വിൽ ഇൻക്രീസ് ഡ്യൂ ടു കറണ്ട് അസറ്റ് കൂടി എന്ന് വിചാരിക്കും. കറണ്ട് അസറ്റ് കൂടി എന്തുണ്ടാവുക, നമ്മുടെ ക്യാഷ് കുറയാണ് ചെയ്യുക. അപ്പോൾ ക്യാഷ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഇൻക്രീസ് ആവുകയാണോ ചെയ്യുക, അല്ല ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് തെറ്റാണ്. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റിൻ്റെ അതേപോലെ തന്നെയാണ് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസും വരാം. അപ്പോൾ അത് രണ്ടും അല്ല വരാം. പിന്നെ ഈതർ ഓഫ് 2 ആണ് വരാം ആൻസർ. അണ്ടർ ഇൻഡയറക്റ്റ് ക്യാഷ് ഫ്ലോ മെത്തേഡ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എന്താ പ്രോഫിറ്റ് ഓർ ലോസ് അഡ്ജസ്റ്റഡ് ഫോർ ദ എഫക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ നോൺ ക്യാഷ് നേച്ചർ. ഇനി an entity shall report separately major classes of net cash receipts or net cash payments as the case may be arising from investing and financing activity. സെപ്പറേറ്റ്ലി ആണ്, കളക്റ്റീവ്ലി അല്ല. അപ്പോൾ നമുക്ക് എ ഓർ ബി ആണെന്നുള്ളത് മനസ്സിലായി. ഇല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ആണോ ചെയ്യേണ്ടത്, അല്ല നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു ഗ്രോസ് ക്യാഷ് ആണ് ചെയ്യേണ്ടി വരും. അപ്പോൾ നെക്സ്റ്റ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ വീണ്ടും ഒരു പ്രോബ്ലം. എന്താണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് അല്ലാത്തതൊക്കെ നമുക്ക് ഒഴിവാക്കാമല്ലോ. Have various taxes and reproduce the below mentioned records for your perusal. Capital gain of 2 crore on sale of office premises at a sale of consideration of 100 crore. അപ്പോൾ 100 crore ഇനി 2 crore കുറച്ചിട്ടുള്ള 98 crore ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലായി. ഇനി ഏതൊക്കെ ആഡ് ഓർ ലെസ് ചെയ്യണം എന്നുള്ളത് നോക്കിയാൽ മതി. ഇൻകം ടാക്സ് ഓഫ് 3 crore ഓൺ ബിസിനസ് പ്രോഫിറ്റ്സ് അമൗണ്ടിങ് ടു 30 crore. ബിസിനസ് പ്രോഫിറ്റുമേ 3 തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ അത് ഇതിൽ വരുന്ന കാര്യമില്ല, ഇൻവെസ്റ്റിംഗ് മാത്രമാണ് ഇവർ ചോദിച്ചിട്ടുള്ളൂ. ഇനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഓഫ് 1 crore ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് അമൗണ്ടിങ് ടു 10 crore ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. അതെന്താ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്, അപ്പോൾ അതും ഇവിടെ ബാധിക്കില്ല. ഇനി ഇൻകം ടാക്സ് റീഫണ്ട് ഓഫ് 2 crore. ഈ ഇൻകം ടാക്സ് റീഫണ്ടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് ഇൻകം ടാക്സ് റീഫണ്ട് ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം എഴുതാൻ പറ്റില്ല. അത് അതിൻ്റെ നേച്ചർ അനുസരിച്ച് ഓപ്പറേറ്റിംഗ് ആക്ടിൻ്റെ നേച്ചറിന് കിട്ടിയിട്ടുള്ള റീഫണ്ട് ആണെങ്കിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ആണെന്ന് പറയും. ഇനി ഫിനാൻസിൻ്റെ കിട്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഫിനാൻസിങ് ആണെന്ന് പറയും. ഇൻവെസ്റ്റിങ്ങിന് കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയും. ഇവിടെ ഇപ്പോൾ എന്താ റീഫണ്ട് ഓൺ ടാക്സസ് പെയ്ഡ് ഇൻ ഏർലിയർ പീരീഡ് ഫോർ ബിസിനസ് പ്രോഫിറ്റ്സ് ആണ്. ബിസിനസ് പ്രോഫിറ്റ്സ് ആണെങ്കിൽ അതെന്തായിരിക്കും ഓപ്പറേറ്റിംഗ് ഇതിൽ കിട്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഏതാണ് കൺസിഡർ ചെയ്യേണ്ടതുള്ളത്, നേരത്തെ ഫസ്റ്റ് ലൈനിലുള്ള 100 - 2 crore 98 crore ഉള്ളൂ. ഇനി 9th question, cash flow is based upon cash basis of accounting. Which of the following is incorrect? Equity investments are excluded from cash equivalents unless they are in substance cash equivalents. For example, in the case of preference shares acquired within a short period of their maturity and with a specified redemption date. അതെന്താ കറക്റ്റാണ്, അത് ഇൻകറക്റ്റ് അല്ല. ബാങ്ക് ബോറോയിങ്സ് ആർ ജനറലി കൺസിഡേർഡ് ടു ബി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ബാങ്ക് ബോറോയിങ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അല്ലല്ലോ, അതെന്താ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതാണ് ഉത്തരം. നൺ ഓഫ് ദി അബോവ് ആവില്ല. നമ്മുടെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 3 കഴിഞ്ഞു. ചാപ്റ്റർ 3ൽ നമ്മൾ 3 യൂണിറ്റ് ഉണ്ടായിരുന്നു. 3 ഇൻഡെക്സ് നമ്മൾ ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബൈ, ഗുഡ് നൈറ്റ്.